അപ്പോൾ ഇന്ന് മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ചയാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നമുക്ക് ചെറുതായിട്ടൊരു വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാം, അതായത് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ വെയിറ്റ് ഇപ്പോൾ കാണിച്ചു തരാം, എത്രത്തോളം കുറയും നോക്കാം. എനിക്ക് വളരെ സ്ലോ ആയിട്ടേ കുറയുള്ളൂ. എനിക്ക് PCOD ഒക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് കുറയ്ക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അല്ലെങ്കിൽ PCOD മാറുകയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്തേക്കാം. കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ജിമ്മിലോട്ടോ ഒക്കെ പോവേണ്ടി വരും. പക്ഷെ തൽക്കാലം വീട്ടിൽ വെച്ച് തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ 92.3 ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 1/2 കപ്പ് പാല് കാച്ചി ഹോർലിക്സും ഇട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ പാല് കാച്ചി പഞ്ചസാരയൊക്കെ ഇട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ബ്രദർ അവന് കാച്ചിയപ്പോഴത്തേക്ക് പാല് തീർന്നു പോയി. അപ്പോൾ അവൻ്റെ നിന്ന് 1/2 കപ്പ് തന്നതാണ്. അപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല, ഹോർലിക്സ് ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ പഞ്ചസാരയുടെ മറന്നുപോയി, ഇങ്ങെടുത്തിട്ട് വന്നു. അപ്പോൾ ഇതാണ് രാവിലെ കുടിക്കണം. ഇനി എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് വയ്ക്കാം. അപ്പോൾ മണി 2 മണിയായി ഉച്ചയ്ക്ക്. ഞാൻ ഒരു പേരയ്ക്കയുടെ പകുതി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാം. ഇനിയിപ്പോൾ ചോറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ചോറോ അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയോ മീൻ കറിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് പേടയാണ്, മിൽമയുടെ പേട. അപ്പോൾ ഇത് മാമ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഞാനിതിപ്പോൾ കഴിക്കാനില്ല. രാത്രി നമുക്ക് വിശക്കുമല്ലോ എനിക്ക്, അപ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി വെച്ചേക്കാം. എന്നിട്ട് ഇപ്പോൾ പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കാം. ഇത് വെള്ളം, ഇത് എനിക്ക് തോന്നുന്നു ഒരു 3 ലിറ്റർ വരെ ഇതിൽ കൊള്ളുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിൻ്റെ പകുതിയെങ്കിലും ഇന്ന് കുടിക്കണം, പകുതി നാളെ കുടിച്ചാലും മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് വെള്ളം കൂടി തീരെ ഇല്ല. അപ്പോൾ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല ശീലം അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1.5 ലിറ്ററെങ്കിലും കുടിക്കാം, നാളെ ബാക്കി കുടിക്കാം. അങ്ങനെ 2 ദിവസം കണക്കാക്കി എടുത്തതാണ്. അത്രയെങ്കിലും കുടിച്ചാൽ മതി എന്നാണ് എനിക്ക്. കാരണം ഞാൻ വളരെ കുറച്ച് വെള്ളമേ കുടിക്കാറുള്ളൂ. എൻ്റെ ബോഡി വെയ്റ്റൊക്കെ അനുസരിച്ച് ഒരുപാട് വെള്ളം കുടിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ ഇന്നോട്ട് വെള്ളം കുടിയും കുറച്ച് നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹായ് ഹലോ. അപ്പോൾ ഇന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രാത്രി വൈകിട്ടാവും തോറുമാണ് എനിക്ക് വിശക്കാറ്. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് മരിച്ചിനി മീൻ കഴിച്ചു. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടത്, പക്ഷേ അത് എടുത്തതിൻ്റെ പകുതിയേ കഴിച്ചുള്ളൂ. എനിക്ക് അത്രയും മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം ഒരു 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട്, 4:30-5 മണി ആവാറായി. അപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് നന്നായിട്ട് വിശക്കും. അപ്പോൾ എനിക്ക് രാത്രിയാവുമ്പോൾ എനിക്ക് വിശന്ന് വരും. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ കാപ്പിയോ എന്തെങ്കിലും കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ രാത്രി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പിന്നെ എനിക്ക് എക്സസൈസും കൂടെ ചെയ്യണം, കാരണം ഞാൻ ഈ സമയത്താണല്ലോ ഫുഡ് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സസൈസ് ചെയ്യാനും എളുപ്പം ഈ സമയത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം, ഏത് ചാനലും ഒക്കെയാണ് ചെയ്യണതെന്നൊക്കെ. അത്രയേ ഉള്ളൂ. ഫുഡ് കുറച്ച് മരിച്ചിനി മീനും കഴിച്ചിട്ടുണ്ട്. ഫുഡ് എനിക്ക് വേണ്ടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. എക്സ്ട്രാ വേണമെങ്കിൽ ഇപ്പോൾ മുട്ട പുഴുങ്ങിയോ അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. അതല്ലാതെ വീട്ടിലെ ഭക്ഷണം വെച്ച് തന്നെ ഒന്ന് ഡയറ്റ് ചെയ്ത് നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് സക്സസ് ആയില്ലെങ്കിൽ മാത്രമേ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കേണ്ട ആവശ്യമുള്ളൂ. നോക്കാം. ഒരു പൊറോട്ടയും കുറച്ച് കടലക്കറിയും കഴിച്ചിട്ടുണ്ട്. ഇപ്പം വിശന്ന് വയ്യായിരുന്നു, അതുകൊണ്ടാണ് കഴിച്ചത്. ചായ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ചായയും തെരളി, പിന്നെ 2 ബിസ്ക്കറ്റും. ഇതിൽ 2 തെരളി ഞാൻ കഴിക്കും, ഈ 2 ബിസ്ക്കറ്റും ഞാൻ കഴിക്കും, ഈ ചായ. അപ്പോൾ 2 ബിസ്ക്കറ്റ്, 2 തെരളി, ഈ ചായ, അതാണ് കഴിക്കാൻ പോണം. ഇത് കാർഡ്സാണ്. ഇതാണ് ഇപ്പോൾ പഠിക്കണം. ഇത് മറ്റേ ടാരോ റീഡിങ്ങിൻ്റെ കാർഡ്സാണ്. ഇതിങ്ങനെ ഓരോ കാർഡ് എടുത്ത് വെച്ച് വാട്സപ്പിൽ ക്ലാസ് ഉണ്ട്, അതും കൂടി കേട്ട് പഠിക്കും. അങ്ങനെയാണ് ഇപ്പോൾ പഠിക്കണം. ഒരു ക്ലാസ്സും കൂടി ജോയിൻ ചെയ്യണമെന്ന് എനിക്കുണ്ട്, അത് നടക്കും തോന്നണില്ല. അവർ ക്ലാസ് അങ്ങനെ കൊടുക്കണില്ല, റീഡിങ് മാത്രമേ ചെയ്യാറുള്ളൂ. ക്ലാസ് ഹിന്ദിയാണ്. അപ്പോൾ അവരെന്ന് ഞാൻ വാങ്ങിയാലും എനിക്ക് ഹിന്ദി കുഴപ്പമില്ല, അറിയാം. എന്നാലും ഫുൾ ക്ലാരിറ്റിയിൽ നമുക്കത് മനസ്സിലാക്കണമെന്നില്ല. നമ്മളെ ലാംഗ്വേജിൽ പഠിക്കുമ്പോഴല്ലേ കുറച്ചുകൂടി ക്ലാരിറ്റി. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ക്ലാസ് ഹിന്ദി തന്നെയാണ്, അത് കുഴപ്പമില്ല. അത് ഇംഗ്ലീഷും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ആയിട്ട് മനസ്സിലാക്കി പോകണുണ്ട്. ഹലോ.
ഇത്രയും നേരം എനിക്ക് എക്സസൈസ് ചെയ്യാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം സമയം 8 മണിയായിട്ടുണ്ട്. അപ്പം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പൊതുവേ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ മൂഡ് ഉണ്ടാവാറില്ല. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. യോഗ ചെയ്യാൻ പിന്നെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഇന്ന് എന്തായാലും ഐശ്വര്യമായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് വർക്കൗട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിപ്പോയില്ലേ, അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് വർക്കൗട്ടും ചെയ്യാം. ലൈറ്റായിട്ട് ഒരു വർക്കൗട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യാൻ പോണ വർക്കൗട്ട് ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഡാൻസ് വിത്ത് ദീപ്തി. അവർ ഹിന്ദി പാട്ടിന് ഈ സൂംബ പോലെ, സൂംബ ആണെന്ന് അറിഞ്ഞുകൂടെ, ഡാൻസ് വർക്കൗട്ട് ചെയ്യിക്കും. അതിൽ ഡാൻസ് വർക്കൗട്ട് ഫോർ ബിഗിനേഴ്സ് എന്ന് അടിക്കുമ്പോൾ ടൈപ്പ് ചെയ്യുമ്പം 3 പേര് നിന്ന്, ദീപ്തിയും വേറെ 2 പേര് ബാക്കിൽ നിന്ന് വർക്കൗട്ട് ചെയ്യണ ഒരു വീഡിയോ ഉണ്ട്. അത് ഞാൻ എന്തെങ്കിലും വേറൊരു ഫോൺ വെച്ച് അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വർക്കൗട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഡാൻസ് വിത്ത് ദീപ്തി എന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട് ചെയ്താലും മതി. ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞു തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടോ ഇല്ലയോ, പക്ഷേ എനിക്കത് വർക്കൗട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നിട്ടുണ്ട്. ഈ എക്സസൈസ് ചെയ്താൽ ഹാപ്പി ആവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ അവരെ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്കത് തോന്നിയിട്ടുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് നിന്നാണ് ആ വർക്കൗട്ട് ചെയ്യാറ്. ഭയങ്കര ഒരു പുഞ്ചിരി മുഖത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരിയുടെ വർക്കൗട്ട് ഞാൻ പറഞ്ഞു തന്നത്. അവരൊരു ഹിന്ദി എന്തോ നോർത്ത് ഇന്ത്യൻ എന്തോ ആണ്, ലണ്ടനിലെങ്ങാണ്ട് സെറ്റിൽഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ എങ്ങാണ്ടാണ്. ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ പുള്ളിക്കാരിയുടെ വർക്കൗട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് അത് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അതാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ചെയ്യും മുമ്പ് എൻ്റെ വെയിറ്റാണ്. സാധാരണ ഞാൻ ഇങ്ങനെ വെയിറ്റ് നോക്കാറില്ല. ഞാൻ 92.3 ഉണ്ട്. അപ്പോൾ ഇനി വർക്കൗട്ട് കഴിഞ്ഞാലും ഏകദേശം ഈ വെയിറ്റ് തന്നെ ഉണ്ടാവും. ഇനി നാളെ രാവിലെ നോക്കുമ്പോൾ മാത്രമേ എനിക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. എന്തായാലും ഞാൻ വെറുതെ ഒന്ന് ഇത് വീഡിയോയിൽ ഇങ്ങനെ കിടക്കട്ടെ എന്ന് കരുതി ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ.